സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ബട്ടർഫ്ലൈസിൻ്റെ എനർജിയിലുള്ള 2 കാർഡുകളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന 2 കാർഡുകൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കാർഡുകളാണ്. ഫസ്റ്റ് കാർഡ് എ ലവിങ് പേഴ്സൺ ആൻഡ് എ പാർട്ട്ണർ ഹൂ കാൺ എക്സ്പ്രസ് ഇറ്റ്. ആദ്യത്തെ കാർഡ് ഒരു ലവിങ് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ്. പക്ഷെ അയാൾക്ക് അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ 2 മെയിൻ കാര്യങ്ങളാണ്. എന്താണ്? ഷെയറിങ് ആൻഡ് കെയറിങ്. റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്താണ്? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും കെയർ ചെയ്യുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ വേണ്ട അടിസ്ഥാന തത്വം. ഈ വ്യക്തി സ്നേഹമുള്ള വ്യക്തിയാണ്, പക്ഷേ അയാൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് കാലത്തെയോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ മൂലം ഇങ്ങനെ ആയതായിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൽ അതൊരു പ്രോബ്ലമായി മാറും. പിന്നെ ഈ വ്യക്തിയുടെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അടുത്ത കാർഡ് ഇതിനോടനുബന്ധിച്ചുള്ള കാർഡാണ് റിലേഷൻഷിപ്പ് ബന്ധരി സ്ട്രഗിൾ ബിറ്റ്വീൻ ഈച്ച് അതർ. അതായത് പരസ്പര സംഘർഷമുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പരസ്പരം സംഘർഷമുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഒരു പക്ഷേ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കുക. ഇവർക്കിടയിൽ ഈഗോ ഉണ്ടാവും. അപ്പോൾ ഒന്നിലോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക, ഈഗോ മാറ്റി വെച്ച് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ ഷെയറിങ്ങോ കെയറിങ്ങോ ലവിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ലവിങ് നേച്ചർ ഈ പറഞ്ഞ മാതിരി ലവ് ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കില്ല. അപ്പോൾ മറ്റേ ആൾക്ക് അത് മനസ്സിലാക്കാൻ ഇയാളുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാന തത്വം ഷെയറിങ് ആൻഡ് കെയറിങ് എന്നാണ്. പരസ്പരമുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുക, പരസ്പരം കെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സംഘർഷമുള്ള ഒരു റിലേഷൻഷിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ 2 കാർഡുകൾ പറയണത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളും ചിന്താഗതിയൊക്കെ ഉള്ളതാണ്, വളരെ നല്ലതാണ് അത്. പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് എടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.